നമസ്കാരം. ഉന്നതങ്ങളിൽ പിടിയുള്ള കുറ്റവാളിയായിട്ടുള്ള ഷെറിൻ ജയിലിലങ്ങ് രാജ്ഞിയായിട്ട് വാഴുകയാണ്. അതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ പലതവണ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഈ സ്വാധീനം തന്നെയാണ് അവരെ മോചിപ്പിക്കാൻ പിണറായി സർക്കാർ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചതും ഗവർണർക്ക് ശുപാർശ ചെയ്തതും. ജയിൽ ഉപദേശക സമിതിയിൽ നിന്നും നല്ല കുട്ടി ഇമേജ് ലഭിച്ചതോടെ ഷെറിൻ തന്നെ തനി കൊണമങ്ങ് പുറത്തെടുത്തിരിക്കുകയാണ്. സഹതടവുകാരിയെ മർദ്ദിച്ച സംഭവത്തിൽ ഭാസ്കരക്കാരനവർ കേസിലെ പ്രതിക്കെതിരെ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ കണ്ണൂർ വനിതാ ജയിലിൽ ഈ മാസം 24 നടന്ന അടിപിടിയിലാണ് കേസെടുത്തിരിക്കുന്നത്. കുടിവെള്ളം എടുക്കാൻ പോയ തടവുകാരിയെ ഷെറിനും മറ്റൊരു തടവുകാരിയും ചേർന്ന് മർദ്ദിച്ചെന്നാണ് കേസ്. ശിക്ഷ ഇളവ് നൽകാൻ തീരുമാനമെടുത്തതിന് പിന്നാലെ ഷെറിനെതിരെ കേസെടുത്തിരിക്കുകയാണ്. മാനസാന്തരം വന്നത് നല്ല നടപ്പാണെന്നും വിലയിരുത്തിയായിരുന്നു ജയിൽ ഉപദേശക സമിതിയുടെ തീരുമാനം. എന്നാൽ ഇതിനെതിരെ വ്യാപകമായി പ്രതിഷേധം ഉയർന്നിരുന്നു. ജയിൽ ഉപദേശക സമിതിയുടെ തീരുമാനം തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന സംഭവം. സഹതടവുകാരുമായും ഉദ്യോഗസ്ഥരുമായും ജയിലിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനാൽ 4 തവണ ജയിൽ മാറ്റിയ ഷെറിനെ ജയിൽ മോചിതയാക്കാനുള്ള മന്ത്രിസഭാ തീരുമാനം മിന്നൽ വേഗത്തിലായിരുന്നു. 25 വർഷത്തിലധികമായി തടവിലുള്ളവരെ വിട്ടയക്കണമെന്ന് ജയിൽ ഉപദേശക സമിതികളുടെ ശുപാർശകളിൽ തീരുമാനം നീളുമ്പോഴാണ് 14 വർഷം പൂർത്തിയാക്കിയെന്ന കാരണം പറഞ്ഞ് ഷെറിനെ മോചിപ്പിക്കാനുള്ള തീരുമാനം ഉണ്ടായത്. ഷെറിനെ മോചിപ്പിക്കാൻ ഇടപെട്ടത് മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ ഓഫീസാണെന്ന് കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചമക്കാല നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നു. ഷെറിനെ ജയിൽ മോചിതയാക്കാനുള്ള ശുപാർശയിൽ രാജ്ഭവൻ ഇതുവരെ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. കാരണവർ വധക്കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ഷെറിനെ ശിക്ഷ ഇളവ് ചെയ്ത് വിട്ടയക്കാനുള്ള അപേക്ഷ പരിഗണിച്ച ജയിൽ ഉപദേശക സമിതി അനുകൂല തീരുമാനമെടുത്തത് ഈ അപേക്ഷയിൽ മാത്രമായിരുന്നു. മാസങ്ങളായി പരോൾ ലഭിക്കുന്നില്ലെന്നും പരോൾ അനുവദിക്കണമെന്നും കണ്ണൂർ വനിതാ ജയിലിലെ മറ്റു 2 തടവുകാർ നൽകിയ അപേക്ഷ ഓഗസ്റ്റ് 8 ചേർന്ന ഉപദേശക സമിതി അംഗീകരിച്ചില്ല. ഇവർക്ക് പോലീസ് റിപ്പോർട്ട് എതിരാണെന്ന കാരണമാണ് ചൂണ്ടിക്കാട്ടിയത്. അതേസമയം ഷെറിന്റെ കാര്യത്തിൽ പോലീസ് റിപ്പോർട്ടും സാമൂഹിക നീതി വകുപ്പിന്റെ പ്രൊബേഷൻ റിപ്പോർട്ടും അനുകൂലമായി വന്നു. ജയിലിൽ നല്ല നടപ്പുകാരിയാണെന്ന് ജയിൽ സൂപ്രണ്ടും റിപ്പോർട്ട് നൽകി. നല്ല നടപ്പുകാരിയെന്ന് ഇപ്പോൾ ജയിൽ വകുപ്പ് അംഗീകരിക്കുന്ന ഷെറിനെ മുൻപ് 2 ജയിലുകളിൽ നിന്നും മാറ്റിയത് ജീവനക്കാരുടെയും സഹതടവുകാരുടെയും പരാതിയെ തുടർന്നാണ്. പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയവേ പരാതിയെ തുടർന്ന് ആദ്യം വിയൂരിലേക്കാണ് മാറ്റിയത്. ഇവിടെ ജോലി ചെയ്യാൻ മടി കാണിച്ചതിന് ജയിൽ ജീവനക്കാരുമായി പ്രശ്നങ്ങളുണ്ടായി. ഇതേ തുടർന്നാണ് കണ്ണൂർ വനിതാ ജയിലിലേക്ക് എത്തിച്ചത്. പ്രതികൾ ശിക്ഷിക്കപ്പെട്ടാൽ റിമാൻഡ് കാലാവധിയും ശിക്ഷാ കാലാവധിയായി കണക്കാക്കും. അതനുസരിച്ച് 2009 നവംബറിൽ റിമാൻഡിലായ ഷെറിൻ 2023 നവംബറിൽ 14 വർഷം തികച്ചു. പിന്നീട് ആദ്യം ചേർന്ന ജയിൽ ഉപദേശക സമിതിയിലാണ് ഷെറിന്റെ അപേക്ഷ പരിഗണിച്ചത്. 14 വർഷം ജയിലിൽ കഴിഞ്ഞ ജീവപര്യന്തം തടവുകാരുടെയെല്ലാം മോചനാപേക്ഷ ജയിൽ ഉപദേശക സമിതിക്ക് മുൻപിൽ വരാറുണ്ടെങ്കിലും ആദ്യ അപേക്ഷ അംഗീകരിക്കുന്ന കീഴ്വഴക്കമില്ല. 6 മാസത്തിനു ശേഷം ചേരുന്ന അടുത്ത യോഗത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ഷെറിന്റെ കാര്യത്തിൽ ആദ്യ യോഗം തന്നെ അംഗീകാരം നൽകി. ജയിലിലെ നല്ല നടപ്പ് കൊണ്ടാണ് ശിക്ഷ ഇളവിന് പരിഗണിച്ചതെന്ന് കണ്ണൂർ വനിതാ ജയിൽ ഉപദേശക സമിതി അംഗം MP സരള ഉപദേശക സമിതി നല്ല രീതിയിൽ പരിശോധന നടത്തിയാണ് റിപ്പോർട്ട് നൽകിയത്. എല്ലാ റിപ്പോർട്ടുകളും അവർക്ക് അനുകൂലമായിരുന്നു. പുറത്തുവിട്ടാൽ പ്രശ്നമുണ്ടാകില്ലെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ജയിൽ വകുപ്പിന്റെ റിപ്പോർട്ടും അനുകൂലമായിരുന്നു. പ്രത്യേകിച്ച് ഒരു മുൻഗണനയും ഉപദേശക സമിതി നൽകിയിട്ടില്ല. ഷെറിൻ മാനസാന്തരപ്പെട്ടു. ഇപ്പോൾ കുറ്റവാസനയില്ല. സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം വന്നു. ജയിലിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് നല്ല അഭിപ്രായം മാത്രമാണുള്ളത്. എല്ലാ കാലത്തും ഒരാളെ കുറ്റവാളിയായി കാണുന്നത് ശരിയല്ലെന്നും സരള പറഞ്ഞു. സരളയ്ക്ക് പുറമെ CPM നേതാക്കളായിട്ടുള്ള KK ലതിക, KS സലീഖ എന്നിവരും സമിതിയിലുണ്ട്. 2009 നവംബർ 7 ഷെറിന്റെ ഭർത്തൃപിതാവ് ചെറിയനാട് തുരുത്തിന്മേൽ കാരണവേസ് വില്ലയിൽ ഭാസ്കരക്കാരനവർ കൊല്ലപ്പെടുന്നത്. ചെറിയനാട് ഭാസ്കരക്കാരനവർ വധക്കേസിൽ പ്രതിയായ മരുമകൾ ഷെറിനെ വിട്ടയക്കാനുള്ള മന്ത്രിസഭാ തീരുമാനത്തിൽ ബന്ധുക്കൾ കൂടിയാലോചിച്ച് നിയമ നടപടി സ്വീകരിക്കുമെന്ന് കാരണവരുടെ ബന്ധുവും കേസിലെ 1ാം സാക്ഷിയുമായ അനിൽകുമാർ ഓണമ്പള്ളിൽ പറഞ്ഞു. ഷെറിന് മാത്രം ശിക്ഷാ ഇളവ് ലഭിച്ചതിന് പിന്നിൽ ഉന്നതരുടെ സ്വാധീനമുണ്ടെന്ന് കരുതണമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഷെറിന് മുൻ ജയിൽ DIG പ്രദീപുമായി അടുത്ത ബന്ധമുണ്ടെന്ന് സഹതടവുകാരി വെളിപ്പെടുത്തിയിരുന്നു. മറ്റൊരു തടവുകാർക്കും ഇല്ലാത്ത സ്വാതന്ത്ര്യം ഷെറിന് ജയിലിൽ ലഭിച്ചിരുന്നു. മന്ത്രി ഗണേഷ് കുമാറുമായും അടുത്ത ബന്ധമെന്ന് ഷെറിൻ പറഞ്ഞിരുന്നുവെന്നും സഹതടവുകാരി സുനിത വെളിപ്പെടുത്തിയിരുന്നു. ലോക്കപ്പ് പൂട്ടിയ ശേഷവും ഷെറിൻ വൈകുന്നേരങ്ങളിൽ പുറത്തേക്ക് പോകുമെന്നും സുനിത പറഞ്ഞു.
മറ്റു തടവുകാർ ജയിലിൽ ക്യൂ നിന്ന് ഭക്ഷണം വാങ്ങുമ്പോൾ ഷെറിന് ആവശ്യപ്പെടുന്ന ഭക്ഷണം എത്തിച്ചു കൊടുക്കുമായിരുന്നു. ബെഡ്ഷീറ്റ്, കിടക്ക, തലയിണ തുടങ്ങിയ സൗകര്യങ്ങൾ ലഭിച്ചിരുന്നു. മേക്കപ്പ് സാധനങ്ങളും ഫോണുകളും ജയിലിൽ അനുവദിച്ചു. ജയിലിൽ തടവുകാർക്ക് നൽകുന്ന വസ്ത്രമല്ലാതെ വീട്ടിൽ നിന്ന് തയ്പ്പിച്ചു കൊണ്ടുവന്ന വസ്ത്രമാണ് ഷെറിൻ ധരിച്ചിരുന്നതെന്നും സഹതടവുകാരി വെളിപ്പെടുത്തിയിരുന്നു. നന്ദി.